നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി, സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ലബോറട്ടറിയാണ് NIL എന്നറിയപ്പെടുന്ന നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ്. ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിലവിലുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റായ www.nil.res.in എന്ന സൈറ്റ് ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2025 ഫെബ്രുവരി 28 മുതൽ ഏപ്രിൽ 11 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു മികച്ച പ്രീമിയർ ആയിട്ടുള്ള റിസർച്ച് ലബോറട്ടറിയാണ് NIL എന്നറിയപ്പെടുന്ന നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ്. അവിടെയാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ ഒഴിവുകൾ ഇപ്പം 36 ഒഴിവുകളാണുള്ളത്. പല വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ബിരുദം 60% മാർക്കോടെ പാസ്സവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളാണുള്ളത്. ഓരോന്നിനും പ്രത്യേകം ഡീറ്റെയിൽസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോന്നിനും പ്രത്യേകം അതിന്റെ ക്വാളിഫിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ചിലതിന് ഡിപ്ലോമയാണ്, സ്പെസിഫിക് ബ്രാഞ്ചസ് ഉണ്ട്. അതേപോലെ BSc ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും നോമിനേഷൻ 36 പോസ്റ്റുകളിലും ഓരോന്നിനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 36 പോസ്റ്റുകളിൽ 15 അൺഡിസൈഡ് ആണ്. OBC-കാർക്ക് 8 പോസ്റ്റ്, SC 6, ST 4, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അങ്ങനെ 3 അങ്ങനെയാണ്. അതുപോലെ ബാക്കി ബാക്ക്ലോഗ് വേക്കൻസി 7 വേക്കൻസി ഉണ്ട്. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലായിരിക്കും. തുടക്ക ശമ്പളം തന്നെ 70,000 രൂപയ്ക്ക് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള 28 വയസ്സാണ്. എന്നാൽ SC ST കാരായുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രീമിൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഇളവ് ഇവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ഓരോന്നിന്റെ ഡീറ്റെയിൽ ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ 6 പോസ്റ്റുകളുണ്ട്. അതിനേക്ക് വേണ്ടി യോഗ്യത എന്നുള്ളത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള 60% മാർക്കോടെയുള്ള ഡിപ്ലോമ ഉള്ള പാസ്സുകാർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലും 2 വർഷത്തെ ഫുൾ ടൈം ഡ്യൂറേഷനുള്ള കോഴ്സ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 60% മാർക്കോടെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. രണ്ടാമത്തെ 16 പോസ്റ്റുകളാണ് ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ. അതിനു വേണ്ടി യോഗ്യത എന്നുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റുകൾ, ഒരു പോസ്റ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ്. അതും 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത 7 പോസ്റ്റുകൾ എന്നുള്ളത് BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് തുല്യമായിട്ടുള്ള വേക്കൻസികൾ, അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. അവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും. ഡിപ്ലോമ ആണെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഡിഗ്രി ഉള്ളവർക്ക് 1 വർഷത്തെ പ്രവൃത്തി പരിചയം മതിയാവുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത പോസ്റ്റുകൾ, ഒരു പോസ്റ്റ് മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ, അതിൽ BSc ബിരുദമുള്ളവർക്കാണ്. അതേപോലെ 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. എക്സ്പീരിയൻസ് 1 ഇയർ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ടെക്നിക്കൽ 2 പോസ്റ്റുകൾ, ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പിന്നീടുള്ള 3 പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ 3 വർഷത്തെ 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് അടുത്ത പോസ്റ്റിലേക്ക് BSc ഫിസിക്സ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത 60% മാർക്കോടെ പാസ്സവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. അടുത്ത പോസ്റ്റിലേക്ക് ഡിപ്ലോമ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ ഉള്ളവർക്ക്, 3 വർഷം ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും. 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. അടുത്ത 2 പോസ്റ്റുകളിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഡിപ്ലോമ 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പിന്നത്തെ പോസ്റ്റിലേക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിലോ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിന് തത്തുല്യമായ ഏതെങ്കിലും BSc ബിരുദം 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. അല്ലെങ്കിൽ ഡിപ്ലോമ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. BSc-കാർക്ക് പ്രവൃത്തി പരിചയം ആവശ്യമില്ല. 1 വർഷത്തെ പ്രവൃത്തി പരിചയം മതി. എന്നാൽ ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്. അടുത്ത പോസ്റ്റിലേക്ക് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ 60% മാർക്കോടെ പാസ്സായിരിക്കും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇത്രയും വേക്കൻസികളാണ്. ആകെ 36 പോസ്റ്റുകൾ ഉള്ളത് കാര്യം മനസ്സിലാക്കുക. അടിസ്ഥാന ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് അങ്ങനെ തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രായപരിധി ഞാൻ പറഞ്ഞു. അതിനകത്തേക്ക് 28 വയസ്സാണ് വരുന്ന പ്രായത്തിൽ. 18 28 വയസ്സിന് ഇടയിലായിരിക്കണം. റിസർവേഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് ഇവിടെയും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് കമ്മിറ്റി കൂടിയിട്ട് അത് സെലക്ട് ചെയ്യുന്നവരായിരിക്കും. ട്രേഡ് ടെസ്റ്റിന് വിളിക്കും. അതിനുശേഷം ഒരു കോമ്പറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. എക്സാമിനേഷൻ 3 പേപ്പർ, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്നിങ്ങനെയാണ്. പേപ്പർ 2ഉം 3യും ഒന്നാമത്തെ പേപ്പർ 1 പാസ്സാവുന്നവരുടെ മിനിമം മാർക്കുള്ളവർക്ക് മാത്രമേ പേപ്പർ 2ഉം 3യും വാല്യൂ ചെയ്യത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഓരോന്നിന്റെയും ഡീറ്റെയിൽസ്, ടൈമും സബ്ജക്റ്റുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അംഗീകൃത സർവകലാശാല അംഗീകൃത ബോർഡിൽ ഡിപ്ലോമ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കുക. NICALന്റെ വെബ്സൈറ്റായ https://www.nical.res.in എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. അതിലെ സൈറ്റിൽ ചെന്നിട്ട് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. ഹൈ ടു അപ്ലൈ ഓൺലൈൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിനു ശേഷം ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫീസ് അടയ്ക്കാനായിട്ടും പറ്റും. ആദ്യം രജിസ്ട്രേഷൻ നടത്തണം, പിന്നെ ഫീസ് അടയ്ക്കുന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എല്ലാ പ്രോസസ്സിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ നിങ്ങൾ സമർപ്പിച്ചാൽ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കളർ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. മറ്റ് സർട്ടിഫിക്കറ്റ് കോപ്പിയൊക്കെയും അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി 28 മുതൽ ഏപ്രിൽ 11 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് നിങ്ങൾ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി അക്കൗണ്ടിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും വീട്ടിൽ നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സ്പീക്കർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി